നാരായണ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ തിരുമംഗലദേവരേ ശരണം. ശ്രീ ദക്ഷിണാമൂർത്തി ശരണം. സദ്ഗുരുഭ്യോ നമ. ഭക്തേഭ്യോ നമ. ഓം. ശ്രീമദ്ഭാഗവത മഹാപുരാണം സംജ്ഞാസംഗ്രഹം പ്രഥമസ്കന്ധം 15-ാം അധ്യായം. അർജുന വിലാപം ആണ് ഈ അധ്യായത്തിൽ. ശ്രീകൃഷ്ണൻ മറിഞ്ഞ ദുഃഖം സഹിക്കവയ്യാതെ കണ്ട്, ഗാണ്ഡീവം പോലും പൊക്കാൻ വയ്യാതെ കണ്ട് കരഞ്ഞുകൊണ്ട് വരുന്ന ആ അർജുനൻ യുധിഷ്ഠിരൻ്റെ കാലിൽ വീണുകൊണ്ട് നമസ്കരിച്ച്, ഏട്ടാ നമുക്ക് അബദ്ധം പറ്റി, ഈശ്വരനായിട്ടല്ല നമ്മൾ കൃഷ്ണനെ കണ്ടത്, ബന്ധുവായിട്ടോ സുഹൃത്തായിട്ടോ കണ്ടുപോയി. എനിക്ക് എൻ്റെ തേജസ്സുകൾ മുഴുവൻ ഇപ്പോൾ നഷ്ടമായിരിക്കുന്നു. കൃഷ്ണൻ ആയിരുന്നു എൻ്റെ ബലം, ആ ബലം ഇപ്പോൾ മറിഞ്ഞിരിക്കുന്നു ഏട്ടാ. പിന്നെ ഓരോരോ സഹായവും അതാത് സമയത്ത് ചെയ്തു തന്ന ആ കൃഷ്ണനെ നന്നായിട്ട് ഓർക്കുകയാണ്. അനവധി ഉണ്ട്, പക്ഷെ കുറച്ച് പറഞ്ഞു. അത് തന്നെ കുറേയുണ്ട്, നമുക്കത് കേൾക്കാം. ഓം നമോ ബ്രഹ്മണ്യദേവായ ഗോ ബ്രാഹ്മണഹിതായ ച ജഗദ്ധിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമഃ. ശ്രീമദ്ഭാഗവത മഹാപുരാണം സംജ്ഞാസംഗ്രഹം പ്രഥമസ്കന്ധം 15-ാം അധ്യായം. ഓം. ജ്യേഷ്ഠൻ്റെ ചോദ്യങ്ങൾ കേട്ടു ധനഞ്ജയൻ, ഹൃത്തു പിളർന്നു തളർന്നു ശരീരവും, ഗദ്ഗദം പൂണ്ടു കരഞ്ഞു വിരഹിതൻ, ചേതനയറ്റ് ജഡസമനർജുനൻ. നീ എന്തെങ്കിലും തെറ്റ് ചെയ്തുവോ എന്നുകൂടി ചോദിച്ചു. എന്നിട്ടാണ് യുധിഷ്ഠിരൻ തൻ്റെ അനുജനെ നല്ലോണം മനസ്സിലാക്കി, ഒരു സഹാനുഭൂതി. അപ്പോൾ ഇവിടെ അതൊന്നുമല്ല വിഷയം, അതാണ് വിഷയം. മരിച്ചു എന്ന് ചോദിച്ചാൽ മരിച്ചു, മരിച്ചില്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല. ആമട്ടാ, അത്ര കഷ്ടമായിരുന്നു അർജുനൻ്റെ കാര്യം. ചൊല്ലി നാം വഞ്ചിതരായി ശ്രീകൃഷ്ണനാൽ, മാതുലപുത്രനായി ബന്ധുവായി കണ്ടു നാം, പത്നി സഹോദരൻ സ്നേഹിതൻ ദൂതനും സൂതനുമാക്കി ശ്രീകൃഷ്ണനാം ഈശനെ. നമ്മൾ വഞ്ചിക്കപ്പെട്ടു. എങ്ങനെ വഞ്ചിക്കപ്പെട്ടു? ഈശ്വരത്വം ഭഗവാൻ മറച്ചത് കൊണ്ട് നമുക്കത് മനസ്സിലായില്ല. അത് മനസ്സിലാക്കാനുള്ള കഴിവ് എന്തോ നമ്മിൽ നിന്നും മറഞ്ഞു പോയിരുന്നു. ഈ മായ നമ്മളെ ബാധിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഇപ്പോൾ അത് മുഴുവൻ തന്നത് ഈശ്വരനാണ്, കൃഷ്ണൻ്റെ രൂപത്തിൽ എന്ന് മനസ്സിലായപ്പോഴാണ് അർജുനൻ ഈ ഭാവത്തിൽ ഏട്ടനോട് പറയാൻ നിൽക്കുന്നത്. ജ്യേഷ്ഠ ഭഗവാൻ മറഞ്ഞു എൻ വീര്യവും, സാധാരണനായി കഴിവുകെട്ട നരൻ, യന്ത്രപരീക്ഷ ജയിച്ചു ഞാൻ കൃഷ്ണയെ, വേട്ടു നൃപർ നോക്കി നിൽക്കേ കരുണയാൽ. ആദ്യം തന്നെ പാഞ്ചാലിയെ സ്വയംവരം ചെയ്ത ആ രംഗത്തെയാണ് പറഞ്ഞത്. പാഞ്ചാലി സ്വയംവരം സാധാരണഗതിയിൽ ഒരാൾക്ക് സാധിക്കില്ല, കാരണം അത്രയും വിഷമം പിടിച്ചതായിട്ടൊരു ലാക്ക് ഭേദിക്കലാണ് ആ പരീക്ഷണത്തിൽ വിജയിച്ചത്. അതേപോലെ അന്ന് അജ്ഞാതവശാൽ അരക്കില്ലത്തിലിട്ടിട്ട് മരിച്ചുപോയി ചുട്ടു എന്നാണ് ദുര്യോധനാദികൾ വിചാരിച്ചിരിക്കുന്നത്. അപ്പോഴാണ് അവിടുന്ന് രക്ഷപ്പെടുത്തി ഭഗവാൻ നമ്മളെ ബ്രാഹ്മണ വേഷത്തിൽ ആ പാഞ്ചാലി സ്വയംവര വേദിയിൽ ഊണ് കഴിക്കാൻ വേണ്ടി വന്നവരാണ് നമ്മൾ. അവിടെയാണ് കൃഷ്ണൻ വന്നിട്ട് പങ്കെടുത്തോളൂ, അപ്പോഴേക്കും അവിടെ രാജാക്കന്മാർക്കൊന്നും പറ്റാത്തത് കൊണ്ട് ബ്രാഹ്മണർക്കും പങ്കെടുക്കാം എന്നുള്ളത് പറഞ്ഞപ്പോഴാണ് ആ രംഗത്തേക്ക് നമുക്ക് പ്രവേശനം കിട്ടിയത്. അത് ജയിക്കാൻ സാധിച്ചത് കൃഷ്ണൻ്റെ അനുഗ്രഹം കൊണ്ട്. പാഞ്ചാലി ഉണ്ടായത് കൊണ്ടല്ലേ ഈ യുദ്ധം മുഴുവനും നമുക്ക് ജയിക്കാൻ സാധിച്ചത്. പാഞ്ചാലിയുടെ അനുഗ്രഹം കൊണ്ടാണത്രേ ഈ യുദ്ധത്തിനുള്ള രംഗങ്ങളുണ്ടായതും. പാഞ്ചാലിയുടെ നിർബന്ധം കൊണ്ടാണ് കൃഷ്ണൻ പോലും ആ ദൂത സമയത്ത് യുദ്ധം നിർബന്ധമാക്കിയത്. അതൊക്കെ അതിന് ശേഷമാണല്ലോ എല്ലാം നന്നായത്. കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷമാണ് സ്വസ്ഥമായിട്ട് പാണ്ഡവർക്ക് ഭരിക്കാൻ സാധിച്ചുള്ളൂ. അപ്പോൾ അതിനുള്ള കാരണക്കാരിയായിട്ടുള്ള ഈ പാഞ്ചാലിയെ ആദ്യമേ തന്നെ സ്മരിച്ചു. അതാണ് ഏട്ടനും അനിയനും തമ്മിൽ യുദ്ധം ചെയ്തു എന്നുള്ളതല്ല അതിൻ്റെ. അധാർമികത മുഴുവനെ ഇല്ലാതെയാക്കാനുള്ള കാരണക്കാരിയായിട്ട് ഈ
ഛായാസീതയായ പാഞ്ചാലി അത് കാളിയാണ്. ഭദ്രം കലയതേ ഇതിയാണ് ഭദ്രകാളി. വേഷം കെട്ടി വന്നിരിക്കുക. സത്യവതിയും പാഞ്ചാലിയും ഈ ഭൂമിയുടെ ഭാരത്തിന് വേണ്ടിയിട്ട്, ഭൂമിയുടെ ഭാരം ഇത്രയും കൂടുതൽ വർദ്ധിച്ചപ്പോൾ അതിനെ ഭൂഭാര ഹരണത്തിന് വേണ്ടിയിട്ട് അവതരിച്ചിട്ടുള്ള അവതാര ദേവിമാരാണ്. നന്ദജ കൃഷ്ണ സഹോദരിയായിട്ട് പാഞ്ചാലി കൃഷ്ണ എന്ന പേരോട് കൂടിയിട്ട്, സത്യവതി സത്യം മാത്രം മതി, ബാക്കിയൊന്നും വേണ്ട, ആ നിശ്ചയത്തോടു കൂടിയിട്ടാണ് വന്നത്. ഈ 3 പേരും കാണിച്ച ലീലകളാണ് നമുക്ക് കൃഷ്ണനാൽ ഇപ്രകാരത്തിൽ ചെയ്യപ്പെട്ടത് എന്ന് ശാക്തേയം പറയണം. അപ്പോൾ ആ പാഞ്ചാലിയെ ഇവിടെ അർജുനൻ നരനാണ്, നരന് സ്വന്തമാക്കാൻ സാധിച്ചത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ്. അതല്ലെങ്കിൽ കിട്ടില്ല അത്. അപ്പോൾ അതിനെ ഒന്ന് സ്മരിച്ചു. ഖാണ്ഡവക്കാടു ദഹിപ്പിച്ചതും അഗ്നി അവനാഴി തേര് ഗാണ്ഡീവൻ തന്നതും. പിന്നെ വിജയിക്കാനുള്ള ഓരോരോ കാരണം അഗ്നി ഭഗവാന്റെ അനുഗ്രഹം ഇല്ലാതെ കണ്ട് ഈ ഓജസ്സോ തേജസ്സോ കിട്ടില്ല. അപ്പം അത് ആയുധം ഉൾപ്പെടെ ശക്തിയും പ്രയോഗിക്കാനുള്ള കഴിവും സാഹചര്യവും ഭഗവാനാൽ ഉണ്ടാക്കി തന്നു നമുക്ക്. പക്ഷേ അത് മനസ്സിലായില്ല. ശ്രേഷ്ഠ കവചം കുതിരകളൊക്കെയും പിന്നെ മയൻ തന്മ ശ്രേഷ്ഠ സഭയതും രാജസൂയം ചെയ്ത നേരം നൃപർ തന്നു. കപ്പവും കീർത്തിയും കൃഷ്ണകാരുണ്യമായി കാണാം ജരാസന്ധ മൃത്യുവും ഭീമനാൽ കൗരവർ 100 യുദ്ധത്തിൽ കൊന്നതും ഒപ്പം 20,800 രാജാക്കളെയും സ്വതന്ത്രനാക്കി ഹരി. അനവധി ലീലകൾ ഓരോന്നോരോന്നായിട്ട് സ്മരിക്കുകയാണ്. മയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വതേ അസുരനാണ്. ആ അസുരനായിരുന്നിട്ട് പോലും കൃഷ്ണൻ്റെ കീഴിൽ കൃഷ്ണഭക്തനായിട്ട്, സ്വതേ മയൻ ശിവഭക്തനാണ്. ശിവൻ കൃഷ്ണൻ്റെ ഭക്തനായതുകൊണ്ട് മയൻ കൃഷ്ണ അർജുനന്മാർക്ക് വേണ്ടതൊക്കെ കൊടുക്കും. അങ്ങനെ കൊടുത്തു. എന്താ കൊടുത്തത്? വലിയൊരു സഭ. സ്ഥലകാല വിഭ്രമം ഉണ്ടാവും. ഈ പാണ്ഡവരോട് ആർക്കെങ്കിലും വിരോധത്തോട് കൂടിയിട്ടാണ്, വിരോധബുദ്ധിയ ആണ് ആ സഭയിലേക്ക് പ്രവേശിക്കുന്നത് എങ്കിൽ അതാണ് മായാസഭയാണ്. മയനാൽ നിർമ്മിക്കപ്പെട്ടതായിട്ടുള്ള മായാസഭയാണ് ആ ഇന്ദ്രപ്രസ്ഥത്തിലെ സഭ. അപ്പോൾ അത് മയൻ ഇതുപോലെ കൊടുക്കാനുള്ള കാരണം കൃഷ്ണൻ്റെ അനുഗ്രഹമാണ്. അതേപോലെ രാജസൂയം, ഇങ്ങനെ ഒരു രാജസൂയം മറ്റൊരു മർത്യൻ ചെയ്തിട്ടില്ല. അതേപോലെ എല്ലാ രാജാക്കന്മാരും ഒപ്പം ദേവകൾ കൂടി കപ്പം തന്നു. അത് കൃഷ്ണൻ്റെ പിൻബലം ഉണ്ടായതുകൊണ്ടാണ്, കൃഷ്ണൻ്റെ ആജ്ഞ ഉണ്ടായതുകൊണ്ടാണ്. അതിനെ ലംഘിക്കാൻ ആർക്കും സാധിക്കില്ല. ജരാസന്ധനെ കൊല്ലാൻ ഭീമന് സഹായം കൃഷ്ണൻ ഇല്ലാച്ചാൽ നടക്കില്ല. ജരാസന്ധനായാലും അതെ, മറ്റേ ബഗനായാലും അതെ, ഹിഡുംബനായാലും അതെ, കീചകനായാലും അതെ, അതൊക്കെ ഭീമന് കൊല്ലാൻ സാധിച്ചത് കൃഷ്ണൻ്റെ അനുഗ്രഹം കൊണ്ടാണ്. ഈ 20,800 രാജാക്കന്മാരെ ഭഗവാൻ ആ സമയത്ത് മുക്തി വേണമെന്ന് പറഞ്ഞവരവരെ വീണ്ടും അതാത് രാജ്യങ്ങളിലേക്ക് അയച്ചിട്ട് നമ്മളെ സഹായിക്കാൻ വേണ്ടി വന്നില്ലേ അവർ? കൃഷ്ണൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ള ഈ ക്ഷാത്രധർമ്മത്തിലെ അനവധി സൂത്രവഴികളുണ്ട്. ആ സൂത്രവഴികളാണ് വേണ്ട രീതിയിൽ പ്രയോഗിക്കുക. ഇത് ക്ഷാത്രധർമ്മമാണ്. ഒരു 5-6 എണ്ണം ഉണ്ട്. അത് പ്രയോഗിച്ചുകൊണ്ടാണ് ഇപ്രകാരത്തിലൊക്കെ സംഭവിച്ചത്. അതേപോലെ തന്നെ ദുശാസനൻ അന്ന് പാഞ്ചാലി തന്നോടെ ചേലയഴിച്ചപ്പോൾ മാനം കൊടുത്തതും മാനം കെടുത്തിയ കൗരവക്കൂട്ടരെ ഒന്നൊഴിയാതെ വധിക്കാൻ കഴിഞ്ഞതും ദുശാസന രക്തം പറ്റിയ കൈകളാൽ പാഞ്ചാലി കേശത്തെ കെട്ടാൻ കഴിഞ്ഞതും. ശൂദസഭയിൽ പണയായിട്ട് വെച്ച് കഴിഞ്ഞപ്പോൾ ആ പാഞ്ചാലിയെ മുടി പിടിച്ച് കൊണ്ടുവന്നതായിട്ടുള്ള ആ ദുശാസനെ ഈ കുരുക്ഷേത്ര യുദ്ധത്തിൽ വെച്ച് വധിക്കാൻ സാധിച്ചതും പാഞ്ചാലിയുടെ പ്രതിജ്ഞ, ഇനി ദുശാസനൻ്റെ ചോര കൊണ്ട് ആ കൈ കൊണ്ട് എൻ്റെ മുടി ആരാ കെട്ടണച്ചാൽ എന്നിട്ട് ഞാൻ ഈ മുടി കെട്ടു, മുടി അഴിച്ചിട്ടു എന്നാ. മുടി അഴിച്ചിട്ട് നടക്കുന്നത്
കുലനാശത്തിന് കാരണമാവും. ഒരു കാരണവശാലും മുടി അഴിച്ചിട്ട് നടക്കാൻ പാടില്ല. തലപ്പത്തൊരു കെട്ട്, കടക്കിലൊരു കെട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊരു കണക്കുണ്ട്. ആ കണക്കിൽ കെട്ടണമെന്നാ. ഒരു മുടി പോലും കൊഴിഞ്ഞു പോകാൻ പാടില്ല എന്നതാണ്. നല്ലോണം മനസ്സിരുത്തിയാൽ പറ്റൂത്രേ. നമ്മുടെയൊക്കെ മുടി കൊഴിയും. പക്ഷേ മുടി കൊഴിച്ചിൽ ഈ ഗ്രഹത്തിൻ്റെ അകത്ത് വീഴാതിരിക്കാനുള്ള സൂത്രവഴികൾ ധാരാളമുണ്ട്. അത് സ്വയം ആലോചിച്ച് ചെയ്തു കഴിഞ്ഞാൽ മുടി താഴെ വീഴില്ല. അതാ ആലോചന ശരിയാവായിട്ടാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് നല്ലോണം മനസ്സിരുത്തണം. നമ്മൾ മനസ്സിരുത്തിയാലേ അതൊക്കെ നടക്കുള്ളൂ. പുരാണത്തിലെ സൂചനകൾ ഇങ്ങനെ തരും. കാട്ടിൽ വസിക്കവേ ദുര്യോധനൻ വിട്ട ദുർവാസാവ് ശിഷ്യരും ഉണ്ട പോലായതും അക്ഷയപാത്രത്തിൻ ചീരതന്നംശത്തെ ഭക്ഷിച്ചു രക്ഷിച്ചു കൃഷ്ണൻ തവ കുലം. അങ്ങയുടെ കുലം രക്ഷിച്ചു എന്ന് വെച്ചാൽ അത് അർജുനൻ്റെ കുലം തന്നെയാണ്. എന്താ അത്? വാക്ക് യുധിഷ്ഠിരൻ്റെ ആയിപ്പോയി. ദുർവാസാവ് ഈ പാഞ്ചാലിയുടെ ഊണ് കഴിഞ്ഞ സമയത്താണ് വന്നത്. കരുതിക്കുട്ടി വന്നത് ആ സമയത്തെ. അക്ഷയപാത്രത്തിൻ്റെ ഒരു പ്രത്യേകത, അത് പാഞ്ചാലി ഊണ് കഴിച്ചാൽ പിന്നെ അതിൽ ആർക്കും ഒന്നും കൊടുക്കാണ്ടാവില്ല. പാഞ്ചാലി ഊണ് കഴിക്കുന്നതിൻ്റെ മുന്നെയാണ് വെച്ചാൽ അതിൽ എത്ര ലക്ഷം ആൾക്കാർ വന്നാലും അതിൽ സാധനം ഉണ്ടാവും ചെയ്യും. ഇതാണ് അക്ഷയപാത്രം. ആ അക്ഷയപാത്രത്തിൽ ഊണ് കഴിഞ്ഞു പാത്രം കവുത്തി വെച്ചതിൻ്റെ ശേഷമാണ് ദുർവാസാവ് വന്നത്. ഇത് അറിഞ്ഞില്ല യുധിഷ്ഠിര മഹാരാജാവ്. ശിഷ്യന്മാർ 10,000 ആൾക്കാരുണ്ട്. കുളിച്ച് വരൂ ഊണ് കഴിക്കാമെന്ന് പറഞ്ഞു. പോയി കുറച്ച് അമാന്തിച്ചാണ് നിന്നത്. ഏതായാലും വന്നപ്പോഴേക്കും ഇവിടെ പാത്രം കവുത്തിയിട്ടുണ്ടായിരുന്നു. കാര്യം മനസ്സിലായി പാഞ്ചാലിക്ക്. ആരും സഹായിക്കാനില്ല. കൃഷ്ണാന്ന് വിളിച്ചു. കൃഷ്ണൻ വന്നു. സ്ത്രീകൾ പാത്രം മോരിയ മുഴുവനെ വൃത്തിയാവില്ല. എന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ബാക്കിയുണ്ടാവും. പുരാണത്തിൽ പറയാ, വലിയൊരു കഥയായിട്ടാണ് പറഞ്ഞ്. നോക്കൂ പാഞ്ചാലി, അല്ല ഞാൻ പാത്രം മോറി അതുകൊണ്ടാണ് പറഞ്ഞ് നോക്കൂ. അല്ല ഞാനാ പാത്രം മോരെ, അപ്പോൾ ഉറപ്പായി. എന്നാൽ ആദ്യം നോക്കൂ. നോക്കുമ്പോൾ ഒരു ചീര കഷ്ണം പാത്രത്തിൻ്റെ എവിടെയോ ഉണ്ട്. അതെനിക്ക് തരൂ. അയ്യോ ഇത് പാത്രം മോറിയതാണ്, അതെനിക്ക് തരൂ. അത് വാങ്ങി അതങ്ങോട്ട് കഴിച്ചു. ബ്രഹ്മാണ്ടത്തിലുള്ള സകല ആൾക്കാരുടെയും വയറ് സ്തംഭിച്ചു പോയി. അത്രയും കൂടുതൽ ഊണഴിച്ച പോലെ. എത്ര ഊണഴിച്ചു പറയരുത്, അത്രയും കൂടുതൽ ഊണഴിച്ചു. ഇനി അനങ്ങാൻ വയ്യ. തനിക്ക് ആഹരിക്കാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ ആഹരിച്ച പോലെ ഓരോരുത്തർക്കും തോന്നി. ദുർവാസാവും ശിഷ്യന്മാരും പിന്നെ കുളി കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇങ്ങടല്ല വന്ന് പോവാൻ തന്നെ പറ്റുമോയെന്ന് വെച്ചാൽ അത്രയും വയറ് വീർത്തു. അതാണ് കൃഷ്ണൻ. ഈ കൃഷ്ണൻ ഇല്ലായിരുന്നു വെച്ചാൽ അത് ശാപമല്ലേ പിന്നെ കിട്ടുക? കുലനാശ സംഭവിക്കുക. ബ്രാഹ്മണൻ്റെ ശാപം എന്താ ഉണ്ടാവുക? കുലം നശിപ്പിക്കും. അപ്പോൾ അതിനെ രക്ഷിച്ചു. കാട്ടിൽ വസിക്കവേ ദുര്യോധനൻ വിട്ട ദുർവാസാവ് ശിഷ്യരും ഉണ്ട പോലായതും അക്ഷയപാത്രത്തിൻ ചീരതന്നംശത്തെ ഭക്ഷിച്ചു രക്ഷിച്ചു കൃഷ്ണൻ തവ കുലം. രുദ്രൻ്റെ പ്രീതിയെ നേടി തപസ്സിനാൽ പാശുപതാസ്ത്രം തരുവിച്ചതും ഹരി. ദേവകളും തന്നു ദിവ്യാസ്ത്രം കൂടുതൽ സ്വർഗത്തിൽ ഇന്ദ്രൻ്റെ ഒപ്പമിരുത്തിയും കാലകേയന്മാരെ കൊല്ലാൻ തുണച്ചൊര ശ്രീകൃഷ്ണ സ്നേഹത്തെ കാണാതെ പോയി നാം. മർത്യനാം ഞാനിത് ഒറ്റയ്ക്കു ചെയ്യുമോ? വഞ്ചിതരായി നാം പൂജ ചെയ്യായികയാൽ. മഹാദേവനിൽ നിന്നും പാശുപതാസ്ത്രം കിട്ടാൻ വേണ്ടിയിട്ട് മഹാദേവനെ തപസ് ചെയ്തു. കിരാതവേഷനായിക്കൊണ്ടും കിരാതപത്നിയായിട്ടും ശിവനും പാർവതിയും വന്നിട്ടും എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഇങ്ങനെ ഏറ്റവും കൂർത്ത അമ്പ് എയ്യുമ്പോൾ അത് അവിടെ ഏറ്റവും മിനുസമുള്ള പുഷ്പങ്ങളായിട്ട് അവിടെ ഇങ്ങനെ ശിവൻ്റെ മേലിൽ പതിക്കുന്നു. ഇത് കണ്ടിട്ടും എനിക്കൊന്നും ചിന്തിക്കാൻ തോന്നിയില്ല. എന്നിട്ട് ഞാൻ യുദ്ധം ചെയ്തു മഹാദേവനായിട്ടേ. ആ ഭഗവാന്റെ ലീലയുടെ രഹസ്യക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എന്തുകൊണ്ട് എനിക്കത് ചിന്തിക്കാൻ തോന്നുന്നില്ല ആ സമയത്ത്. ചിന്തയെ മറിച്ച് ഭഗവാന്റെ കരുണ കൊണ്ടല്ലേ മഹാദേവൻ എന്നിൽ പ്രസാദിച്ച് പാശുപതം എന്നുള്ള അസ്ത്രം തന്നത്. സുദർശനം, പാശുപതം, ബ്രഹ്മാസ്ത്രം, യമൻ്റെ ദണ്ഡ്, ഇന്ദ്രൻ്റെ വജ്രം, വരുണൻ്റെ ആ കയറ് പാശം, ഭദ്രകാളിയുടെ തൃശൂലം, അതൊക്കെ അമോഘാസ്ത്രങ്ങളാണ്. അതിനൊന്നും ഒരു പരിഹാരമില്ല. ബ്രാഹ്മണ ശാപം പോലെ.
അതിനും പരിഹാരമില്ല. അതാണ്. അപ്പോൾ അതെല്ലാം എനിക്ക് തരിച്ചു കൃഷ്ണൻ്റെ ഒരൊറ്റ കരുണ. അതേപോലെ തന്നെയല്ലേ എനിക്ക് കാലകേയന്മാരെ കൊല്ലാൻ സാധിച്ചത്. ഞാൻ ഒറ്റയ്ക്കാണ് പോയതേ. കൃഷ്ണൻ്റെ അനുഗ്രഹമില്ലാച്ചാൽ സാധിക്കും എനിക്കത്. ഇന്ദ്രൻ്റെ ലോകത്തിൽ പോയിട്ട് ഇന്ദ്രാസനം 5 കൊല്ലം ഉണ്ടായിത്ര അവിടെ. ഇവിടെ പറഞ്ഞിട്ടില്ല, പക്ഷെ 5 കൊല്ലം ഉണ്ടായി എന്നാണ്. 5 കൊല്ലം കഴിഞ്ഞിട്ടാണ് പിന്നെ ഇന്ദ്രാസനം അത്രയും കാലം അവിടെ ഇരുന്നിട്ട് തിരിച്ചു വന്നത്. അതാണ്. അതൊക്കെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടല്ലേ. എന്നിട്ട് നമ്മൾ ഭഗവാനെ പൂജിച്ചോ? ഭഗവാനാന്ന് അറിഞ്ഞില്ല. നമ്മൾ സഹോദരനായിട്ടും ബന്ധുവായിട്ടൊക്കെ കണക്കാക്കിയുള്ളൂ, അളിയനായിട്ടും. അജ്ഞാതവാസം നടത്തവേ നമ്മുടെ ആതിഥേയൻ വിരാടൻ്റെ പശുക്കളെ കട്ടൊരാ സൈന്യത്തെ ഭീഷ്മദ്രോണാദിയെ ഒറ്റയ്ക്കു തോൽപ്പിച്ചു കൃഷ്ണൻ തുണയ്ക്കയാൽ. പാണ്ഡവ സൈന്യം അവിടെ ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷേ അതിന് സന്ദർഭമില്ല. അർജുനൻ ഒറ്റയ്ക്ക് വേണ്ടി വന്നു. ഈ കൗരവപ്പട ഭീഷ്മരുണ്ട്, ദ്രോണരുണ്ട്, കൃപരുണ്ട്, ഒക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. വിരാടൻ്റെ പശുക്കളെ കട്ടുകൊണ്ടുപോയപ്പോൾ ഒറ്റയ്ക്ക് എല്ലാവരെയും തോൽപ്പിച്ചു. എന്നിട്ട് പശുക്കളെ തിരിച്ചു കൊടുത്തു. അതിപ്പോൾ എൻ്റെ കഴിവ് അന്ന് അങ്ങനെ ഞാൻ വിചാരിച്ചു. പക്ഷേ കൃഷ്ണനായിരുന്നു എന്ന് ഇപ്പം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഭാരത യുദ്ധത്തിൽ വീഴ്ത്തി ഞാൻ കേമരെ ആയുസ്സു കൃഷ്ണനാൽ കട്ടതു കാരണം ഭീഷ്മരും കർണനും ശല്യർ ജയദ്രഥൻ കൃഷ്ണകൃപയാലെ വധ്യരായി സോദര നാരായണാസ്ത്രം ഭഗദത്തൻ വിട്ടത് മാലയാക്കി ഹരി രക്ഷിച്ചു നമ്മളെ ദ്രൗണിതൻ ആഗ്നേയം കൂടാരം ചുട്ടപ്പോൾ നമ്മെ അകറ്റി കൃപയാൽ ജഗൽപിതാം കർണൻ്റെ വേലാൽ ഘടോൽക്കജ മൃത്യുവും തേർ താഴ്ത്തി കർണൻ്റെ ഉന്നം തെറ്റിച്ചതും സൂര്യതേജസ് മറച്ചു സുദർശനം അപ്പോൾ ജയദ്രഥ ദുഷ്ടനെ കൊന്നു ഞാൻ ദുർബുദ്ധി ഞാനെന്ന യോദ്ധാക്കളെ കാണാൻ സൂതനാക്കി കൃഷ്ണനോടു പറയവേ യുദ്ധക്കളത്തിൽ വെച്ചോതിയ ഗീതയാൽ എൻ്റെ വൈക്ലഭ്യത്തെ തീർത്തു മഹാഗുരു. ഇപ്പോൾ യുദ്ധത്തിൽ ഓരോരോ രംഗങ്ങളും ഭീഷ്മരെ വീഴ്ത്താൻ ആർക്കെങ്കിലും സാധിക്കുമോ? സ്വച്ഛന്ത മൃത്യുവാണ്. ബൃഹസ്പതി ശിഷ്യനാണ്, ഒരാൾക്കും സാധിക്കില്ല. ഗംഗയുടെ പുത്രനാണ്, ശന്തനുവിൻ്റെ പുത്രനാണ്. ഗംഗയുടെ പുത്രൻ, ഗംഗ എന്നുള്ള ദേവിയുടെ ഏറ്റവും ഇത്ര ശക്തി എന്ന് പറയാൻ പറ്റില്ല, ആ ശക്തി തേജസ് മുഴുവനുണ്ട്. ശന്തനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടത് മുഴുവനെ കിളിർക്കും, ആ തേജസ് മുഴുവനുണ്ട്. ആ ഭീഷ്മരെയാണ് ഈ ബൃഹസ്പതിയുടെ ശിഷ്യനായിട്ടുള്ള അഷ്ടവസുക്കളിൽ ദ്യോവ് ആണ്, ഭക്തനാണ്. എന്നിട്ടും സ്വച്ഛന്ത മൃത്യുവായിട്ടുള്ള ആ ഭീഷ്മരെ വധിക്കാൻ വേണ്ടിയിട്ട് ഒരു കാരണം ഉണ്ടാക്കി. ശിഖണ്ഡിനി അവിടെ വന്നു നിന്നു. ശിഖണ്ഡി. ഏതായാലും അതെനിക്ക് സാധിച്ചത് എൻ്റെ കഴിവല്ല, അത് ഭഗവാന്റെയാണ്, അത് ഉറപ്പാണ്. അതേപോലെ കർണൻ്റെ അസ്ത്രം ഘടോൽക്കജനയ്ക്ക് ആ വേല് പറഞ്ഞയച്ചു. കർണൻ പിന്നീട് എൻ്റെ നേർക്ക് തലയ്ക്കാണ്, നെറ്റിയിലേക്ക് അത്രേ വന്നത്. അത് യുദ്ധക്കളത്തിൽ തേര് താഴ്ത്തി. എന്നിട്ട് എൻ്റെ കിരീടം തെറിച്ചു പോയത്. ഏട്ടാ, അത് ഞാൻ കുട്ടിയെ പറ്റുമോ? ഈ അശ്വത്ഥാമാവിൻ്റെ ഒരു അസ്ത്രം, ആഗ്നേയാസ്ത്ര, അത് തേരിലങ്ങോട്ട് വന്ന്, തേരിൽ വന്നപ്പോൾ ഭഗവാൻ അത് ചവിട്ടിയെ പിടിച്ചു. 18 ദിവസം കഴിഞ്ഞിട്ട് യുദ്ധം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ആ തേര് കത്തിപ്പോയത്. ആ കൃഷ്ണൻ്റെ സഹായം ഇല്ലാച്ചാൽ നമുക്ക് തേരനില്ല. അതങ്ങനെയാണ്, അത്രയും വലിയ വിശിഷ്ടമായിട്ട് തേരാത്. അതാണ് ഇങ്ങനെ ആയതേ. ആ യുദ്ധത്തിന് മാത്രമേ എടുത്തിട്ടുള്ളൂ, കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ ആ തേരില്ല. ഈ തേരല്ല മുന്നേ ഉണ്ടായിരുന്നത്. ഇനി ആ തേര് ഉപയോഗിക്കാനും പറ്റില്ല. അത് അതിനു വേണ്ടി കൊണ്ടുവന്ന തേരാ. അതിനാണ് ശങ്കരാംശം ആദ്യമേ തന്നെ. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, യുദ്ധം കഴിഞ്ഞിട്ടാവാം മഹാദേവ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ചവിട്ടി പിടിച്ചത്. ഇല്ലെങ്കിലോ അങ്ങനെ ഭഗദത്തൻ എന്നുള്ള ഒരു മഹാകേമൻ, ശിവൻ്റെ അനുഗ്രഹമൊക്കെ ഉണ്ട്. നാരായണാസ്ത്ര കയ്യിൽ. നാരായണാസ്ത്രം വിട്ട് കഴിഞ്ഞപ്പോൾ അത് ഭഗവാൻ സൂതൻ മുമ്പിൽ നിൽക്കുകയാണേ. അത് സ്വയമേവ സ്വീകരിച്ചു. കാണല്ലാണ്ടേ നാരായണാസ്ത്രം അമോഘ. അത് ഭഗവാൻ അല്ലാതെ കണ്ട് വേറെ ഒരാൾക്കും സ്വീകരിക്കാൻ സാധിക്കില്ല. എന്നെ രക്ഷിച്ചു.
ഇങ്ങനെ ഓരോന്നും എനിക്ക് യുദ്ധം ചെയ്യാനുള്ള ആ താല്പര്യം ഇല്ലാണ്ടേയി. ബന്ധുക്കളെയാണല്ലോ ഞാൻ കൊല്ലണത് എന്ന് വിചാരിച്ചിട്ട് എൻ്റെ ദേഹം തളർന്നു. ആ സമയത്ത് ശ്രീമദ് ഭഗവത്ഗീത ഉപദേശിച്ചു തന്നുകൊണ്ട് 3.25 നാഴിക നേരം കൊണ്ട് എനിക്ക് എൻ്റെ പൂർവ്വ വീര്യം എത്രയാണോ ഉള്ളത് അത് മുഴുവൻ പ്രോജ്വലിപ്പിച്ച് തന്നു. അതുകൊണ്ടല്ലേ യുദ്ധം ചെയ്യാൻ സാധിച്ചത്, മഹാകേമന്മാരെയൊക്കെ വധിക്കാൻ സാധിച്ചത്. ഓരോന്നും ഓർക്കുക അർജുനൻ. ക്ലീബൻ എന്ന് വിളിച്ചിട്ടാണ് കൃഷ്ണൻ എന്നെ സംബോധന ചെയ്തത്. ആണും പെണ്ണും കെട്ടവനെ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ എൻ്റെ വീര്യം ഉണരുമെന്നാണ് കൃഷ്ണൻ വിചാരിച്ചത്. ഉണർന്നില്ല. അത് കഴിഞ്ഞ് ഗീത മുഴുവൻ ഉപദേശിച്ചതിന് ശേഷമാണ് യഥേച്ഛസി തഥാ ഗുരു എന്ന് പറഞ്ഞതിന് ശേഷമേ എനിക്ക് ചിന്താശക്തി മുഴുവൻ ഭഗവാൻ ലേശം നേരം കൊണ്ട് തന്നു. ഞാൻ യുദ്ധം ചെയ്തു, ജയിച്ചു. ആത്മസാക്ഷാത്കാരം നേടാനുതകുന്ന ഗീത തൻ സാരമറിയുന്നു ഇന്നു ഞാൻ. ജ്ഞാനമാർഗം ഭക്തിക്കൊത്തു കഥിച്ചത് കർമ്മമായി അന്നു ഞാൻ ചെയ്തു സഹോദരാ. ഗീത സ്വതേ കർമ്മമാർഗമാണ്. അന്ന് കർമ്മമാർഗമായിരുന്നു. ഇന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അത് ജ്ഞാനമാർഗമാണ്. അത് ഉപദേശിച്ചു തന്നത് ശ്രീകൃഷ്ണനാണ്, പറഞ്ഞു തന്നത് ഭക്തി മാർഗമാണ്. അന്ന് കർമ്മമാർഗമായിട്ട് പറഞ്ഞു തന്നത് ഇപ്പോൾ അതിൽ ജ്ഞാനമുണ്ട് എന്ന് മനസ്സിലായി. അത് ഭക്തി മാർഗമാണ് എന്നും മനസ്സിലായി. ഒരു 3D ചിത്രമാണ് ഈ ഗീത. അതിൻ്റെ അർത്ഥത്തെ വ്യാഖ്യാനിക്കുമ്പോഴാണ് ഓരോ ശ്ലോകത്തിനും അത്രയും അർത്ഥങ്ങളാണ്. വാച്യാർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ചേ ഉള്ളൂ. വാച്യാർത്ഥം തന്നെ നമുക്കൊട്ട് അറിയില്ല. അങ്ങനെ സംഗ്രഹിച്ചിട്ട് ആറ്റിക്കുറുക്കിയിട്ടാണ് ആ ഗീത. 700 ശ്ലോകങ്ങൾ, 700 തന്നെ കണക്കുണ്ട്. 7ൻ്റേതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് 100 കണക്കിനാണ്. അതാണ് ഗീത. ദേവി മഹാത്മ്യം 700, ഭദ്രകാളി മഹാത്മ്യം 700, ശ്രീമദ് ഭഗവത്ഗീത 700. അതിനൊക്കെ കണക്കുണ്ട്. വെറുതെ ശ്ലോകസംഖ്യ കൊണ്ട് ഒപ്പിച്ചതല്ല. നമ്മളൊരു കഥ എഴുതുന്ന പോലെ അതങ്ങനെയാണ് 700 അങ്ങോട്ട് ആയി വന്നു. അങ്ങനെയല്ല. 700 അതിനൊരു ഋതമുണ്ട്, അതിനൊരു മാത്തമാറ്റിക്കൽ ഡിസൈനിങ് ഉണ്ട്. അങ്ങനെ വന്നതാ. സപ്തധാതുക്കൾ, 7 ആഴ്ചകൾ, 7ൻ്റേതായിട്ടുള്ള ഒരുപാടുണ്ട്. 20 എന്തായാലും ഉണ്ട്. 20 30 എന്തായാലും ഉണ്ട്. ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. എൻ്റെ കഴിഞ്ഞ പ്രഭാഷണത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. യുദ്ധരംഗത്ത് തളർന്ന കുതിരയെ തീറ്റയും വെള്ളവും നൽകിയ നേരമാ ശത്രുക്കൾ എന്നെ മറന്നതും അത്ഭുതം കൃഷ്ണൻ്റെ മായയിൽ പെട്ടുപോയി സർവഥാ. അതായത് യുദ്ധരംഗത്തിൽ കുതിര തളർന്നു കഴിഞ്ഞപ്പോൾ സാധാരണഗതിയിൽ കുതിര തളർന്നു വിചാരിച്ചിട്ട് പെട്ടെന്ന് യുദ്ധം നിർത്താൻ പറ്റില്ല. പലായനം ചെയ്യണം. പലായനം ചെയ്തില്ല. അവിടെ വെള്ളം കാട്ടിലും കാര്യങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ ആ സമയത്ത് ആരും യുദ്ധത്തിന് വന്നില്ല. അങ്ങനെ അർജുനൻ ആ യുദ്ധഭൂമിയിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് ശത്രുക്കൾക്ക് തോന്നിയത്. കൃഷ്ണൻ്റെ മായത്. അതുകൊണ്ട് അന്ന് നമ്മൾ രക്ഷപ്പെട്ടു. എന്നിട്ടും ഞാൻ എൻ്റെ കൃഷ്ണനെ ഈശനായി കണ്ടില്ല എന്നതും മായ തന്നെ നൃപ. അർജുന പാർത്ഥ എന്നിങ്ങനെ സ്നേഹിതൻ നന്നായി വിളിച്ചു തമാശയും ചൊല്ലവേ തോഴനായി കണ്ടെന്നെ സത്യവാനാക്കിയും കണ്ടില്ല കൃഷ്ണ മഹിമ അടുക്കയാൽ എന്നുടെ തെറ്റുകൾ അച്ഛനെ പോലെയും തോഴൻ പതി ഗുരുവായി ക്ഷമിക്കയും അല്പജ്ഞൻ എന്നെ വെറുത്തില്ല ശ്രീഹരി. നമ്മൾ നമിച്ചില്ല കൃഷ്ണനെ വേണ്ട പോൽ. കൃഷ്ണൻ മറഞ്ഞു എൻ ചിത്തവും ശൂന്യമായി ഒത്തില്ല രക്ഷിക്കാൻ കൃഷ്ണ സഖീകളെ. നമ്മൾ ഒപ്പം നടക്കണു, ഇരിക്കണു, നടക്കണു, കുളിക്കണു, കളിക്കണു, ഊണഴിക്കണു ഒക്കെ അങ്ങനെയാണ്. അപ്പോൾ ഇങ്ങോട്ട് വിളിക്കും, അർജുന പാർത്ഥ സത്യവാനെ എന്നൊക്കെ വിളിക്കേ കൃഷ്ണൻ. കളിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പലതും വിളിക്കും. പക്ഷേ അന്ന് എന്നെ കളിയാക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. നമുക്ക് സത്യം പറയാൻ കഴിയില്ല, അർത്ഥസത്യമല്ലേ പറയാൻ കഴിയുള്ളൂ. ഞാൻ ഒന്നുമല്ല എന്നുള്ളത് എൻ്റെ ഓരോ പേരിലും കൃഷ്ണൻ എടുത്ത് പറയുന്നുണ്ട്. അർജുനൻ, ഫൽഗുനൻ, പാർത്ഥൻ, വിജയൻ, വിശ്രുതനായ പേർ, പിന്നെ കിരീടിയും, ശ്വേതാശ്വനെന്നും ധനഞ്ജയൻ, ജിഷ്ണുവും, പ്രീതിഹരം, സവ്യസാജി,
ധാരാളം പേരുകളുണ്ട് എനിക്ക്. പക്ഷേ ഈ പേരൊക്കെ ഭഗവാനാൽ ആ ഗുണത്തെ എനിക്ക് തന്നത് കൊണ്ട്, ഗുഡാകേശം തൊട്ടുള്ള പല പേരുകളും എനിക്ക് തന്നത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ്. അത് എനിക്ക് മനസ്സിലായില്ല. എന്നിട്ടാണ് എന്നെ ഇങ്ങനെ കളിയാക്കി വിളിക്കും. അപ്പോൾ എൻ്റെ വീര്യാണെന്ന് ഞാൻ കണക്കാക്കി. അങ്ങനെ വഞ്ചിക്കപ്പെട്ടു നമ്മൾ. ഈശ്വരൻ്റെ കൃഷ്ണരൂപത്തെ നമുക്ക് കാണാൻ സാധിച്ചില്ല. ഈശ്വരനായിട്ടുള്ള കൃഷ്ണരൂപത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. കൃഷ്ണനെ നമസ്കരിച്ചില്ല. ഇപ്പോൾ കൃഷ്ണൻ മറിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ദ്വാരകയിലുള്ള കുറച്ച് സ്ത്രീകളെ നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചില്ല. ഏതോ ചില കന്നാലി ചെക്കന്മാർ എന്നെ തോൽപ്പിച്ച് ആ സ്ത്രീകളെ കൊണ്ടുപോയി. അത്ഭുതമാണ് കൃഷ്ണൻ്റെ ഓരോ അനുഗ്രഹവും. ഇപ്പോഴേ മനസ്സിലായുള്ളൂ. യാദവ സ്ത്രീകളെ കൊണ്ടുപോരുമ്പോൾ കാട്ടിൽ യദുക്കളാൽ തോൽപ്പിക്കപ്പെട്ടു ഞാൻ. കാട്ടാളർ ഗോപർ കടത്തിയ സ്ത്രീകളെ ഗാണ്ഡീവം പാശുപതമൊക്കെ വ്യർത്ഥമായി. ഒരു ഉപയോഗം പറ്റുണ്ടായില്ല. അവരെ കൊണ്ടുപോരുമ്പോഴേ രക്ഷിക്കാൻ പറ്റിയില്ല എനിക്ക്. ഭസ്മത്തിൽ ഹോമിക്കും പോലെ വൃഥാവിലായി. വഞ്ചകനേകിയ ദാനം പോൽ നഷ്ടമായി. വിത്തിട്ടു ഞാൻ മരുഭൂമിയിൽ കഷ്ടമായി. വായുവിൻ ചിത്രം വരച്ചു ഞാൻ മൂഢനായി. അഗ്നിതൻ തേരും കുതിരയും ദിവ്യാസ്ത്രം എന്നാൽ തൊടുത്തവ നിഷ്പ്രഭമായി നൃപാം. യാദവർ ബന്ധുക്കൾ സർവരും തീർന്നുപോയി. ബ്രാഹ്മണ ശാപത്താൽ തമ്മിലടിച്ചവർ. എനിക്ക് അവരെ രക്ഷിക്കാൻ പറ്റിയില്ല. ശ്രീകൃഷ്ണൻ വളരെ ബുദ്ധിപൂർവം ഒരു ബ്രാഹ്മണ ശാപമൊക്കെ ഉണ്ടാക്കി യാദവരെ മുഴുവൻ നശിപ്പിച്ചു. ഇനി ഒന്നും ബാക്കിയില്ല. ഞാൻ ചെയ്തിട്ടുള്ള ഈ അസ്ത്രപ്രയോഗങ്ങളൊക്കെ ഭസ്മത്തിലിങ്ങനെ ഹോമിച്ചാൽ എന്താ ഉണ്ടാവുക? ആ മട്ടായി. വെള്ളത്തിൽ വരച്ച വര ഇങ്ങനെ ഉണ്ടാവുക. വായുവിൽ ചിത്രം എഴുതിയാൽ എന്താ ഉണ്ടാവുക? ആ മട്ടായി. മരുഭൂമിയിൽ വിത്തിട്ടാൽ എന്താ ഉണ്ടാവുക? ഇങ്ങനെ അഗ്നി തന്നിട്ടുള്ള തേര്, അതേപോലെ കുതിര, ദിവ്യാസ്ത്രം, ഇതൊക്കെ നിഷ്പ്രഭമായി. യാദവർ മുഴുവൻ ബ്രാഹ്മണശാപം കൊണ്ട് നശിച്ചു പോയി. 4-5 ആളൊറ്റേ ബാക്കിയുള്ളൂ. അത്ഭുതമാണ് കൃഷ്ണൻ്റെ ലീലകൾ. നമ്മൾ ആ കൃഷ്ണനെ ഈശ്വരനായിട്ട് കണ്ടില്ല, നമ്മുടെ തെറ്റ്. 4-5 പേർ ബാക്കി കാണും മറ്റൊക്കെയും ദ്വാരകയിൽ മുങ്ങി സിന്ധുവിൽ പൂർണ്ണമായി. മത്സ്യം വലിയവ തിന്നും ചെറുതിനെ തുല്യരൊടുങ്ങും പരസ്പരം തല്ലിയും. ദുഷ്ടരെ കൊന്നു യദുക്കൾ സ്വവീര്യത്താൽ പിന്നെ പരസ്പരം തല്ലി മരിച്ചുപോയി. കടലിലെ മത്സ്യങ്ങൾ എങ്ങനെയാണോ വലുത് ചെറുതിനെ തിന്നും. തമ്മിൽ തുല്യരായിട്ടുള്ള മത്സ്യങ്ങൾ യുദ്ധം ചെയ്തിട്ട് അവർ മരിക്കും. ഇങ്ങനെ യാദവർ മുഴുവൻ മരിച്ചുപോയി. ആകെ 4-5 ആളെ ബാക്കിയുള്ളൂ. ബ്രാഹ്മണ ശാപമാണ് കാരണം. പക്ഷേ സ്വന്തം വീര്യം കൊണ്ട് തന്നെ അവർ പരസ്പരം നശിച്ചുപോയി. ഇത് ഭഗവാന്റെ ഒരു ഇച്ഛയാണ്. ഭൂമിയുടെ ഭാരത്തെ തീർക്കുക എന്ന ലക്ഷ്യമാണ്. അത് ഭഗവാൻ സമർത്ഥമായിട്ട് ചെയ്തു കേട്ടോ ഏട്ടാ. ഭൂമിഭാരം തീർത്തു ജന്മലക്ഷ്യം നേടി സ്വന്തധാമത്തിൽ ഗമിച്ചു മഹാപ്രഭോ. ഗീതയെ ഓർമ്മിച്ചു അർജുനൻ ധന്യനായി. മുക്തിയെ ഇച്ഛിച്ചു ചൊല്ലി നൃപനോടായി. കർമ്മങ്ങൾ വിട്ട മനസ്സിൽ അനുഭവം ആയി ഭഗവാന്റെ ഗീതോപദേശവും. ചിത്തമടങ്ങി വിഷയം മറക്കയാൽ ദുഃഖവും നീങ്ങി മനം ബ്രഹ്മമാകയാൽ. ഇപ്പോൾ ഗീതോപദേശം കൊണ്ട് എനിക്ക് കിട്ടിയ ഗുണം, അന്ന് യുദ്ധം ചെയ്യാൻ സാധിച്ചതും കൃഷ്ണൻ മറിഞ്ഞതിന് ശേഷം ആ ഗീതാർത്ഥം മുഴുവൻ എനിക്ക് ഓർമ്മ വന്നു. ഇപ്പം അതിൻ്റെ വിശദീകരണം കൂടി എനിക്ക് മനസ്സിലാവണു. മുക്തിയാണ് ആഗ്രഹിക്കേണ്ടത്. രാജാവ് എന്ന നിലയ്ക്ക് അങ്ങയെ സഹായിക്കുക, അനുജന്മാരെ എന്ന നിലയ്ക്ക് ഞങ്ങളും ഒരേപോലെ തന്നെ ഭഗവാനെ ആശ്രയിക്കുകയായിരുന്നു വേണ്ടിയിരുന്നത്. അത് വേണ്ട പോലെ ആയില്ല എന്നിപ്പോൾ തോന്നുന്നു. ഇപ്പോൾ എൻ്റെ മനസ്സ് ശാന്തമായി. കാരണം ഈ കാര്യങ്ങൾ മുഴുവൻ എനിക്ക് ഏട്ടനോട് പറയാൻ സാധിച്ചുല്ലോ. മനസ്സ് കുറേ കാര്യങ്ങൾ ഉള്ളിൽ വല്ലാതെ കണ്ട് വിങ്ങി പൊട്ടുമ്പോൾ അത് മറ്റൊരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ കണ്ട് തന്നെ ശാന്തരാവും. ഒരു വാഷിംഗ് പ്രോസസ്സ് നടക്കും. അതുപോലെ ഇപ്പോൾ എനിക്ക് വളരെയധികം മനസ്സിന് ശാന്തിയുണ്ട്. ഇനി നമുക്കൊന്നും നേടാനില്ല. നമ്മുടെ കാലം കഴിഞ്ഞിരിക്കുന്നു കേട്ടാ, നമുക്ക് പോവാം, മുക്തി. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ആ അർജുനൻ തൻ്റെ ഏട്ടനോട് കൃഷ്ണൻ്റെ മഹിമയെക്കുറിച്ചും കൃഷ്ണൻ അനുഗ്രഹിച്ചതിനെക്കുറിച്ചും കൃഷ്ണനോട് അങ്ങോട്ട് ഈശ്വരൻ എന്ന രീതിയിൽ കാണാത്തതിൻ്റെ മായ ബാധിച്ചതിൻ്റെ കാരണങ്ങളും പറഞ്ഞ്
വഞ്ചിതരായി എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് യുധിഷ്ഠിരന് വല്ലാത്ത വിഷമായി. ശ്രീകൃഷ്ണൻ പോയെന്നു കേട്ടു യുധിഷ്ഠിരൻ സർവമുപേക്ഷിച്ചു ദേഹം ത്യജിക്കുവാൻ. അപ്പോൾ യുധിഷ്ഠിരൻ തീരുമാനിച്ചു, ഇനി നമുക്ക് ജീവിതം വേണ്ട, മതി, ഇത്രയേ വേണ്ടൂ, കൃഷ്ണൻ ഉള്ള കാലം ജീവിക്കുക, അത്രേ ഉദ്ദേശിച്ചുള്ളൂ. അവിടുന്ന് വരുമ്പോൾ തന്നെ അത്രയും വിചാരിച്ചിട്ടുള്ളൂ. ധർമ്മദേവനാണ്. ധർമ്മദേവനും വായുവും ഇന്ദ്രനും അശ്വിനികുമാരന്മാരുമാണ് പാണ്ഡവർ. അപ്പോൾ അവർ വന്നതിൻ്റെ ഉദ്ദേശം തന്നെ അതാ, ആ ജീവിത ലക്ഷ്യം തീർത്തു, കൃഷ്ണൻ മറയും ചെയ്തു. അപ്പം ഇനി നമുക്കും പോവാം. എല്ലാം ഉപേക്ഷിച്ചു വൈരാഗ്യത്തോട് കൂടിയിട്ട്. ജീവൻ മൃതനെ പോലെയാണ് പിന്നീട് പാണ്ഡവരുണ്ടായത്. യുധിഷ്ഠിരൻ്റെ കാര്യമാണ് ആദ്യം പറയണമെന്ന് മാത്രമേ ഉള്ളൂ. കുന്തിയും ഒപ്പമുറച്ചു ലയിക്കുവാൻ പാഞ്ചാലിയും മറ്റു പാണ്ഡവരൊക്കെയും മുള്ളു തറയ്ക്കുകിൽ മറ്റൊരു മുള്ളിനാൽ തോണ്ടിയെടുത്തിട്ടു രണ്ടും കളയുമ്പോൾ കൃഷ്ണസ്വരൂപനായി ഭൂഭാരം തീർത്തുടൻ മായ്ച്ചു കൃഷ്ണൻ സകളൻ്റെ രൂപവും. കൃഷ്ണൻ എന്തുണ്ടായത്? നമ്മുടെ സാധാരണഗതിയിൽ അങ്ങനെ തന്നെ, ഒരു കാലിലൊരു മുള്ളു കുത്തി കഴിഞ്ഞാൽ വേറെ ഈ മുനയുള്ള എന്തുകൊണ്ടെങ്കിലും നമ്മളത് ഇപ്പോൾ ഇരുമ്പാക്കിയിട്ട് അത്രയേ ഉള്ളൂ, സൂചിയാക്കിയിട്ട് അത്രയേ ഉള്ളൂ, അല്ലെങ്കിൽ പണ്ട് മുള്ള തന്നെയാണ്, ആ മുള്ളുകൊണ്ട് എടുത്തിട്ട് അത് രണ്ടും കളയും, അത്രയേ ഉള്ളൂ. എന്ന കൂട്ടത്തിൽ കൃഷ്ണൻ ഒരു സകല സ്വരൂപം സ്വീകരിച്ചു. ഇവിടെ ഈ അസുരന്മാർ മുഴുവനെ സകല സ്വരൂപം സ്വീകരിച്ച് തന്നെയാണ് വന്നേറുന്നത്. അവർ ആസുരഭാവം ചെയ്തു, കൃഷ്ണൻ ഈശ്വരഭാവം ചെയ്തു, അത്രയേ ഉള്ളൂ. ആസുരഭാവവും ഈശ്വരഭാവവും തമ്മിലുള്ള വ്യത്യാസമേ ഉള്ളൂ. ആസുരഭാവം മുള്ളാണ്, അത് നമുക്ക് വേദനിക്കും. ഈശ്വരഭാവം കൃഷ്ണനാണ്, ആ മുള്ളിനെ എടുത്തു കളഞ്ഞു, എന്നിട്ട് ഭഗവാനും പറഞ്ഞു. അസുരന്മാരായിട്ടുള്ള ആസുരഭാവം വർദ്ധിച്ചത് കൊണ്ടാണ് ഇന്ന് ഓരോരുത്തർക്കും സജ്ജനങ്ങൾക്ക് വിഷമമുണ്ടാകുന്നത്. നേരെ പോ അങ്ങനെ വിചാരിക്കുന്നവർക്ക് വിഷമം ഉണ്ടാവുന്നത്, കാര്യങ്ങൾ നടക്കാതെ വരുന്നത്. അപ്പോൾ അതിന് ഈ ഈശ്വരഭാവം നമ്മളെ സഹായിക്കാൻ വേണം. ആ ഈശ്വരഭാവം നമുക്ക് മനസ്സിലാവണമില്ല, മായ കൊണ്ട് മറയ്ക്കപ്പെടുക. ഈശ്വരഭാവങ്ങൾ ധാരാളമുണ്ട്, സജ്ജനങ്ങളുണ്ട്, മഹാഗുരുക്കന്മാരുണ്ട്, പക്ഷെ അവരൊന്നും പുറത്തേക്ക് ഇറങ്ങില്ല. പുറത്തേക്ക് ഇറങ്ങൽ മുഴുവനെ ഈ ഹിരണ്യകശിപുമാരാണ്, ജരാസന്ധന്മാരാണ്. അപ്പോൾ അവരെ വധിക്കാൻ ആര് വേണം? ഭീമന്മാർ വേണം. അപ്പോൾ അതൊക്കെ ഭഗവാൻ ചെയ്തു. എന്നിട്ട് ഭഗവാൻ എന്ത് ചെയ്തു? മറഞ്ഞു. അതാണ്. അപ്പോൾ ഈ എല്ലാവരും ഒരേപോലെ തന്നെ തീരുമാനിച്ചു, ഇനി ഞങ്ങൾക്കും ജീവിതം വേണ്ട, തിരിച്ചു പോവാം. കൃഷ്ണൻ മറഞ്ഞു, കലിയുഗം വന്നുപോയി, അജ്ഞാനികൾ ചെയ്തു ചീത്തകൾ ക്രൂരമായി, മർത്യരിൽ ഭൂവിലും മാറ്റങ്ങൾ വന്നുപോയി, കാപട്യം ഹിംസയും ലോഭവും കാൺകവേ വജ്രനെ വാഴ്ത്തി മധുരയിൽ രാജനായി ചക്രവർത്തിയാക്കി ശ്രീ പരീക്ഷത്തിനെ. അപ്പോൾ ആ സമയത്ത് തങ്ങൾക്കിനി വേണ്ട എന്ന് നിശ്ചയിച്ച ഒരു പിന്തുടർച്ച അവകാശി വേണം. പരീക്ഷത്തിനെ തന്നെ ചക്രവർത്തിയാക്കി, ഭൂമിയുടെ ചക്രവർത്തിയാക്കി. മധുരയിൽ ഈ അനിരുദ്ധൻ്റെ ഉഷയുടെ ഒരു മകനുണ്ട്, ആ വജ്രനെ രാജാവാക്കി. അവിടെ മധുര മണ്ഡലത്തെ ഭരിക്കാൻ വേണ്ടിയിട്ട് വജ്രനെ രാജാവാക്കി. ഇവിടെ കലിയുഗം തുടങ്ങി. ജനങ്ങളിൽ, ഭൂമിയിൽ, പ്രകൃതിയിൽ സകല വിധത്തിലും കാപട്യം നിറഞ്ഞു, ഹിംസയാണ്, എതിരച്ഛാലാപദൃഷ്ടി ഇല്ല, ലോഭാണ്, അങ്ങനെ മുഴുവൻ വിപരീതമായിട്ട് കണ്ടു. അപ്പോൾ ഈ രാജാക്കന്മാരായിട്ട് രണ്ടുപേരെയും മധുരാമണ്ഡലത്തിലും ഭൂമിയുടെ ചക്രവർത്തിയായിട്ടും പരീക്ഷത്തിനെയും ഈ വജ്രനെയും രാജാവായിട്ട് അഭിഷേകം ചെയ്തു. അതിനുശേഷം സ്വന്തം ഈ ഔപാസന, അഗ്നി തുടങ്ങിയിട്ടുള്ള യാഗങ്ങളൊക്കെ ചെയ്താൽ അങ്ങനെയാണ്. അതെല്ലാം ഇനി ക്രമേണയായിട്ട് ഒന്നും വേണ്ടാക്കണം. അതിൻ്റെ ഒരു തിയറിയുണ്ട്. അതേപോലെ ഈ പഞ്ചഭൂതാത്മകമായിട്ടുള്ള ഈ ശരീരം അതിൻ്റെ മൂലത്തിലേക്ക് ക്രമേണയായിട്ട് ലയിപ്പിക്കണം. അതെല്ലാം ലയിപ്പിച്ചു എന്ന് പറയുകയാണ്. ഔപാസനാഗ്നിയെ മൂലത്തിലേറ്റിയും പഞ്ചഭൂതങ്ങളെ ചേർത്തു അഹത്തിലായി, ഭൂമി ജലത്തിലും വെള്ളത്തെ തീയിലും അഗ്നിയെ വായുവിൽ, വായു ശബ്ദത്തിലും, ഭൂതങ്ങൾ താമസം, ഇന്ദ്രിയം രാജസം, മാനസം സാത്വികം ചേർത്തു അഹത്തിലായി, എല്ലാം മഹത്തിലും ബ്രഹ്മത്തിലും ചേർത്തു മുക്തനായി യാത്രയായി ഉത്തരദിക്കിലായി. ഇതിൻ്റെ ഒരു ക്രമം ഇങ്ങനെയാണ്. ഭൂമി 5 കൂടിയതാണ്. അത് ശബ്ദസ്പർശ രൂപരസ ഗന്ധങ്ങളാകുന്ന 5 തന്മാത്രകളാണ് പഞ്ചഭൂതങ്ങളുടെ. അത് വെള്ളത്തിലാണ് ലയിപ്പിക്കുക. ഭൂമിയും വെള്ളവും കൂടിയിട്ട് അഗ്നിയിലാണ് ലയിപ്പിക്കുക. ഇത് 3 കൂടിയിട്ട് വായുവിലാണ് ലയിപ്പിക്കുക. ഈ
നാലും കൂടിയിട്ട് ആകാശത്തിലാണ് ലയിപ്പിക്കുക. പൃഥിവ്യ തേജോ വായു ആകാശത്തിൽ ലയിപ്പിച്ചു കഴിഞ്ഞാൽ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളും കൂടി 10 ദ്രവ്യം എന്നതിന് പറയാം. ആ ദ്രവ്യമായിട്ട് മാറും. അത് പ്രകൃതി മഹത്ത് അഹം എന്നാണ്. സത്വരജസ് തമോ ഗുണങ്ങളിലൂടെയാണ് അതിൽ തമോ ഗുണമാണ് ഈ ദ്രവ്യം. പിന്നെയുള്ളത് രജോ ഗുണമായിട്ടുള്ള ഇന്ദ്രിയമാണ്. ആ ഇന്ദ്രിയവും ഈ ദ്രവ്യമായിട്ടുള്ള 10 ഇന്ദ്രിയം, ജ്ഞാനേന്ദ്രിയം 5, കർമ്മേന്ദ്രിയം 5, അതേപോലെ ഈ പഞ്ചമഹാഭൂതങ്ങളും അതിൻ്റെ തന്മാത്രകളും. അപ്പോൾ 10 10 20ആയി. പിന്നെ മനസ്സ്, മനോബുദ്ധി അഹങ്കാര ചിത്തം, അതിൻ്റെ അധിഷ്ഠാന ദേവതകൾ. അത് 4ഉം കൂടിയിട്ട് അത് സാത്വികമാണ്. അപ്പോൾ സത്വരജ സമോ ഗുണങ്ങൾ 3 തമോ ഗുണം ദ്രവ്യം, പഞ്ചഭൂതങ്ങൾ തന്മാത്രകൾ. രജോ ഗുണം ഇന്ദ്രിയം 10, ജ്ഞാനേന്ദ്രിയം 5, കർമ്മേന്ദ്രിയം 5, മനസ്സ് മനോബുദ്ധി അഹങ്കാര ചിത്തം 4 സാത്വിക ഗുണം. അപ്പോൾ 24 തത്വം. ഈ 24 തത്വങ്ങളും സത്വരജ സമോ ഗുണങ്ങളാണ് 3. അപ്പോൾ അത് അഹത്തിലാണ് ചേർക്കുക. അഹത്തിൽ നിന്നാണ് ഇത് 3ആയത്. അപ്പോൾ 24 3 27 തത്വം. അത് അരിക്ക് ലയിപ്പിച്ചു അഹത്തിലേക്ക്. അഹത്തിൽ നിന്ന് അത് 28ാമത്തെ തത്വം. 29ാമത്തെ തത്വമാണ് മഹത്ത്. അത് മഹത്തിലേക്ക് ലയിപ്പിച്ചു. ഈ മഹത്ത് എന്നുള്ളത് ജീവനാണ്, ചൈതന്യമാണ്. എല്ലാറ്റിലും ചൈതന്യമുണ്ട്. ഇത് ഭഗവത് ചൈതന്യമാണ്. ആ മഹത്തത്വം പ്രകൃതിയിലേക്ക്, ശബ്ദബ്രഹ്മത്തിലേക്ക്, ഓങ്കാരത്തിലേക്ക് ലയിപ്പിച്ച് അതാണ് ബ്രഹ്മത്തിലേക്ക് ലയിപ്പിക്കുക. അതാണ് അതിൻ്റെ ക്രമം. അപ്പോൾ നമുക്ക് നമ്മിലൊക്കെ ഉണ്ട് ഇത്. പക്ഷെ നമുക്ക് അറിയണില്ല എന്ന് മാത്രമേ. നമുക്ക് അങ്ങനെ ലയിപ്പിക്കാനും അറിയില്ല. നമ്മളങ്ങനെ മരിച്ചു പോവുക, അത്രയേ ഉള്ളൂ. പക്ഷേ അത് അറിയാൻ കഴിയുന്നവർക്ക് അത് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ വിഷയത്തെ അവിടെ നന്നായിട്ട് പറഞ്ഞു. പാണ്ഡവർ പാഞ്ചാലി കുന്തിയും ചേർന്നവർ എത്തി ഹിമാലയം തന്നിൽ മുമുക്ഷുവായി ശ്രീഹരിയിൽ ചേർത്തു സർവവും സത്വവും സർവവും സ്വത്വവും നിർമ്മല ചിത്തരായി താണ്ടി ഭവാർണവം. ഇങ്ങനെ എല്ലാവരും കൂടിയിട്ട് വടക്കോട്ടാണ് യാത്രയായത്. അവിടെ പ്രഭാസ തീർത്ഥത്തിലാണ്. അങ്ങനെയാണ് ഹിമവാനിലേക്ക് ചേരുന്നത്. എത്തിയ പ്രഭാസത്തിൽ സാക്ഷാൽ വിദൂരനും ബ്രഹ്മത്തിൽ പൂർണ്ണമായി ചേർന്നു ഹരിപ്രിയൻ. പാണ്ഡവർ പാഞ്ചാലി കുന്തി വിദൂരനും ബ്രഹ്മത്തിൽ ചേർന്നൊരീസൽ കഥ കേൾക്കുകിൽ ഭക്തനാകും മുക്തി നേടും ഇഹസുഖം നന്നായി ഭുജിച്ചിടും കർമ്മവും തീർന്നിടും ഈശ്വരനാൽ തന്നൊരീ ദേഹം കൊണ്ട് എപ്പോഴും ഈശനു സേവകൾ ചെയ്യാൻ കൊതിച്ചിടും. ഇപ്പോൾ വിദുരനും ഈ യുധിഷ്ഠിരനും തമ്മിൽ ചേരണം. അങ്ങനെ ചേർന്നിട്ട് ആ തേജസ് രണ്ടും കൂടി ഒന്നായിട്ട് വേണം ധർമ്മദേവനായിട്ട് മാറാനായിട്ട്. അപ്പോൾ ആ രംഗം കൂടി അവിടെ ഒന്ന് ചിത്രീകരിച്ചു. അങ്ങനെ എല്ലാവരും അവരവരുടേതായിട്ടുള്ള ഈ ഈശ്വര അംശം മുഴുവനെ അതാത് ദേവകളിലേക്ക് ലയിപ്പിച്ച് മുക്തി നേടി. ഇങ്ങനെ ഈ കഥ ആരാണോ കേൾക്കുന്നത് അവർക്ക് ഭക്തി ഉണ്ടാവും, സേവനം ചെയ്യാനുള്ള മനസ്സുണ്ടാവും. എന്നുവെച്ചാൽ കർമ്മയോഗം കൊണ്ട് മുക്തി കിട്ടും എന്ന് സാരം. ഭക്തി കിട്ടും, കർമ്മയോഗമായിട്ട് ചെയ്യാൻ സാധിക്കും, സേവനമായിട്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇത് ജ്ഞാനമാണ്. ഈ അധ്യായത്തിലെ ഓരോ രംഗങ്ങളും ജ്ഞാനമാണ്. അതിൻ്റെ ഓരോ രംഗങ്ങളും നല്ലോണം വിശദീകരിക്കാം. പാഞ്ചാലി സ്വയംവരം തൊട്ട് അർജുനൻ ചിന്തിച്ചതായിട്ടുള്ള പാണ്ഡവരെ രക്ഷിക്കുക എന്ന ധർമ്മം, ഭൂഭാരം തീർക്കുക എന്ന ധർമ്മം, ഗീത ഉപദേശിക്കുക എന്ന ധർമ്മം, വലിയ ജ്ഞാനം, അങ്ങനെ ഓരോന്നും ചിന്തിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയ ജ്ഞാനമാണ്. അതിൻ്റെ വിശദീകരണം മതി. അപ്പോൾ ഈ ഒരു അധ്യായം മാത്രം എടുത്തു കഴിഞ്ഞാൽ തന്നെ ഒരു വലിയ ജ്ഞാനം നമുക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ജ്ഞാനമാർഗ്ഗമാണ്, കർമ്മമാർഗ്ഗമാണ്, സേവനം ചെയ്യാൻ തോന്നും, അതുകൊണ്ട് കർമ്മയോഗമാവും. ഇതിൽ ഭക്തിയും കിട്ടും. കാരണം യുധിഷ്ഠിരൻ ഇങ്ങനെയാണ് മുക്തി പറഞ്ഞത്. ആ ലയം ഒടുക്കത്തെ പറഞ്ഞതോട് കൂടിയിട്ട് സൃഷ്ടി പ്രകരണവും പ്രളയവും എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത് മനസ്സിലായി. അങ്ങനെ ഓരോന്നും ഈശ്വരഭാവത്തെ അറിയിക്കുക എന്ന് തുടക്കം. അത് കൃഷ്ണനെ നമ്മൾ ഈശ്വരനായിട്ട് കണ്ടില്ല എന്ന് പറയുന്ന അർജുനൻ്റെ വിനയഭാവം, മനുഷ്യരുടെ ലഘുത്വം, ഈശ്വരൻ്റെ മഹത്വം ധാർമ്മികമായിട്ട് പറയപ്പെട്ടു. അതാണ്. അപ്പം അങ്ങനെ ഈ ഒരു അധ്യായത്തിൽ മുഴുവൻ ജ്ഞാനമാണ് എന്ന് സാരം. ഈ ജ്ഞാനം അത് വേണ്ട രീതിയിൽ
എല്ലാവർക്കും ലഭിക്കുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഭഗവാന്റെ തൃക്കാൽക്ക് സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണ 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 നാരായണ. ഞാൻ വടശ്ശേരി ഹരി നമ്പൂതിരി. 9048030304 എൻ്റെ ഫോൺ നമ്പർ. എൻ്റെ ഭാഗവതവും രാമായണവും ദേവി മാഹാത്മ്യവും ഭദ്രകാളി മാഹാത്മ്യവും ഒക്കെ എല്ലാവരും വാങ്ങിയിട്ട് വായിക്കണമെന്ന് വിനീതമായിട്ട് പ്രാർത്ഥിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.